അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലൈലത്തുൽ ബറാഅത്ത് രാവ് വലിയ മഹത്വം നിറഞ്ഞ, പുണ്യം നിറഞ്ഞ, ദുആക്ക് ഇജാബത്തുള്ള ഒരു രാവാണ്. മഹാനായ ഷാഫി ഇമാം, നമ്മുടെ ഇമാമായ ഷാഫി ഇമാം പറഞ്ഞത് അനേകം ഹദീസുകളിലൂടെ വിവരം ലഭിച്ചിട്ടുണ്ട്. 5 രാവുകളിൽ ദുആക്ക് ഇജാബത്തുണ്ട്. അതിൽപ്പെട്ട ഒരു മഹത്തായ രാവാണ് ലൈലത്തുൽ ബറാഅ. ലൈലത്തും മിൻ നിസ്ഫി ശഅബാൻ, ഷഅബാനിലെ പകുതി, 14 കഴിഞ്ഞ 15-ാം രാവ്. വലിയ മഹത്വമുള്ള രാവാണ്. ഇവിടെ അമലുകളൊക്കെയും അല്ലാഹു ഉയർത്തപ്പെടുന്ന ഒരു മഹത്തായ രാവാണ്. പരിശുദ്ധ ഖുർആൻ ലൈലത്തുൽ ബറാഅത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഫീ ലൈലത്തിൻ മുബാറക, ബർക്കത്താക്കപ്പെട്ട മുബാറക്കായ രാവ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. നമ്മുടെ നാടുകളിൽ പണ്ട് മുതൽക്ക് തന്നെ ബറാഅത്ത് രാവിനെ നാം ബഹുമാനത്തോടെ കാണുന്നു. അന്നത്തെ രാവ് നാം ഇബാദത്തിൽ മുഴുകുന്നു, പകല് നോമ്പ് നോക്കുന്നു. അതിനെല്ലാം തെളിവുണ്ട്. നാം 3 യാസീന് ബറാഅത്ത് രാവ് ഓതുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അസറിന് ശേഷം ഓതുന്ന ആളുകളുണ്ട്, മഗ്രിബിന് ശേഷം ഓതുന്ന ആളുകളുണ്ട്. യാസീന് എന്ത് ഉദ്ദേശം കരുതി ഓതിയാലും ആ ഉദ്ദേശം അല്ലാഹു ഹാസിലാക്കി തരും, പൂർത്തിയാക്കി തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല രാവുകളിൽ, നല്ല ദിവസങ്ങളിൽ നാം പരിശുദ്ധ ഖുർആനിലെ ഹൃദയമായ യാസീൻ ഓതിയാൽ ആ ഉദ്ദേശം എത്രയും പെട്ടെന്ന് അല്ലാഹു പൂർത്തിയാക്കി തരും. ബറാഅത്ത് രാവിൽ നാം 3 ഉദ്ദേശം വെച്ചാണ് യാസീൻ ഓതുന്നത്. നമ്മുടെ ആയുസ്സിൽ ബർക്കത്തുണ്ടാകാൻ, അതേപോലെ തന്നെ നമ്മുടെ റിസ്കിൽ ബർക്കത്തുണ്ടാകാൻ, അതേപോലെ തന്നെ ആഖിബത്ത് നന്നായി മരിക്കാൻ. ഈ 3 കാര്യവും നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ ആയുസ്സിൽ ബർക്കത്തുണ്ടാകണം. അല്ലാതെ കുറെ കാലം ഇവിടെ ജീവിച്ചൊരു കാര്യവുമില്ല. ജീവിക്കുന്ന കാലത്തോളം നല്ല ബർക്കത്തോടുകൂടെ ജീവിക്കണം. അള്ളാഹുവിന്റെ ത്വഅത്തിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് തരുന്ന റിസ്ക്, നമ്മുടെ പണം, സമ്പത്ത്, നമ്മുടെ വീട്, ഭാര്യ, മക്കള്, കുടുംബം, എല്ലാത്തിലും ബർക്കത്തുണ്ടാകണം. റിസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽപ്പെട്ടു. അതേപോലെ തന്നെ അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കണം, ആഖിബത്ത് നന്നായി മരിക്കണം. ഈ 3 കാര്യം നാം നിയത്ത് വെച്ചാണ് യാസീൻ ഓതുന്നത്. അപ്പൊ യാസീൻ പ്രിയപ്പെട്ടവരെ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സൂറത്താണ്. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ്. എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീനിന്റെ മഹത്വങ്ങൾ എമ്പാടും നമുക്ക് പറയാനുണ്ട്. അതെല്ലാം ഇവിടെ ഞാൻ പറയുന്നില്ല. ഒരുപാട് വീഡിയോകളിലൂടെ യാസീനിന്റെ മഹത്വം മാത്രം പറഞ്ഞ ഒരുപാട് വീഡിയോകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ചാനലിൽ പോയി സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. അപ്പൊ യാസീൻ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും പതിവാക്കേണ്ട ഒരു സൂറത്താണ്. എത്ര വലിയ വിഷമം ജീവിതത്തിലുണ്ടായാലും, എത്ര വലിയ പ്രയാസമുണ്ടായാലും അതൊക്കെ മാറാൻ നല്ല ശുദ്ധിയോടുകൂടെ നാം യാസീൻ ഓതാൻ പറഞ്ഞ സമയങ്ങളുണ്ട്. അതേപോലെ തന്നെ യാസീൻ എങ്ങനെ ഓതണം, എത്ര വട്ടം ഓതണം, അതും പറഞ്ഞ മഹാന്മാരുണ്ട്. അതെല്ലാം പാലിച്ച് നല്ല നിയത്തോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ നാം യാസീൻ ഓതിയാൽ എത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിലും, എത്ര വലിയ ഉദ്ദേശമുണ്ടെങ്കിലും അല്ലാഹു ഹാസിലാക്കി തരും. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി യാസീൻ. എല്ലാത്തിനും ഒരു ഹൃദയമുണ്ട്. അല്ലാഹു സൃഷ്ടിച്ച എല്ലാത്തിനും ഹൃദയമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം, ഖൽബ്, അത് സൂറത്ത് യാസീൻ ആകുന്നു.
അതുകൊണ്ടാണ് യാസീനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്ത് ഉദ്ദേശം കരുതി ഓതിയാലും, രോഗം ശിഫയാകാൻ ഓതിയാലും, കടം വീടാൻ ഓതിയാലും, ആവശ്യം പെട്ടെന്ന് ഹാസിലാകാൻ ആവശ്യം നിർവഹണത്തിന് വേണ്ടി ഓതിയാലും, മുറാദ് ഹാസിലാകാൻ ഓതിയാലും, കല്യാണം ശരിയാകാൻ ഓതിയാലും, കടം വീടാൻ ഓതിയാലും, വീടുണ്ടാകാൻ ഓതിയാലും, എന്ത് ഖൈറായ ഉദ്ദേശം വെച്ച് ഓതിയാലും അള്ളാഹു അതെല്ലാം ഹാസിലാക്കി തരും. അത്രയും പവറുള്ള, അത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. മൻ ഖറഅ സൂറത്ത് യാസീൻ ഫീ സുദ്രിൻ നഹാർ, ഒരാൾ പകലിന്റെ ആദ്യ സമയത്ത് ളുഹറിന്റെ മുമ്പ് ളുഹയുടെ സമയത്ത് യാസീൻ ഓതിയാൽ, ഒരു പ്രത്യേക ഉദ്ദേശം വെച്ച് യാസീൻ ഓതിയാൽ, ഒരു കാര്യം സാധിക്കാൻ യാസീൻ ഓതിയാൽ ഖുദിയത്ത് ഹബായിജു, അവന്റെ എത്ര വലിയ ആവശ്യവും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് ഹദീസുകളിൽ കാണാം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, രാത്രി എല്ലാ ദിവസവും രാത്രി ഒരാൾ യാസീൻ ഓതിയാൽ, ആ രാത്രി മരണപ്പെട്ടാൽ അവനിക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ട്, പ്രതിഫലം ലഭിക്കുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു എനിക്ക് കൊടുക്കും. അതേപോലെ തന്നെ രാത്രി ഒരാളെ എല്ലാ ദിവസവും രാത്രി യാസീന് ഓതുന്ന ഒരാള് അവന് സുബ്ഹിയാകുമ്പോൾ അവന്റെ എല്ലാ ചെറുദോഷങ്ങളും പുറത്തു കൊടുക്കും. അള്ളാഹു പുറത്തു കൊടുക്കും. യാസീന്റെ മഹത്വങ്ങൾ പറയുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും, തഫ്സീറിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും, ഹദീസിന്റെ കിതാബിൽ തന്നെ കാണാൻ സാധിക്കും. ഒരുപാട് പറയാനുണ്ട്. മഹാനായ ഇബ്നു കസീർ തങ്ങൾ തന്റെ തഫ്സീറിൽ യാസീനിന്റെ മഹത്വങ്ങൾ പറഞ്ഞതായി കാണാം. എന്ത് നല്ല ഉദ്ദേശം വെച്ച് ഓതിയാലും, എത്ര വലിയ വിഷമം നിറഞ്ഞ സമയത്ത് ഓതിയാലും, അവന്റെ കാര്യം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് യാസീൻ ഓതുന്ന സമയത്ത് നല്ല നിയ്യത്തുണ്ടായിരിക്കണം. ചില ആളുകൾ ചോദിക്കും, ബറാത്ത് രാവിലെ യാസീൻ ഓതാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം? ഓതാൻ അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണം? ഓതാൻ കഴിയാത്ത പെണ്ണുങ്ങൾ, സ്ത്രീകൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ആളുണ്ട്. അവര് യാസീൻ ഓതണ്ട, ഖുർആൻ ഓതണ്ട, ദിക്റുകള്, ഹൈദുള്ള പെണ്ണിന്, നിഫാസുള്ള പെണ്ണിന്, നിസ്കാരമില്ലാത്ത പെണ്ണിന് ദിക്റ് ചൊല്ലുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ദിക്റുകൾ ചൊല്ലാം, സ്വലാത്തുകൾ ചൊല്ലാം. അതേപോലെ തന്നെ രോഗികള്, ഓതാൻ അറിയാത്തവര്, ഓതാൻ കഴിയാത്തവര്, അവർക്കൊക്കെ ദിക്റുകൾ ചൊല്ലാം. ഒരുപാട് ദിക്റുകളുണ്ട്. ബറാത്തിന്റെ രാവിൽ മഹാന്മാര്, മഹത്തുക്കള് നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ ഒരുപാട് ദിക്റുകളുണ്ട്. അതൊക്കെ നാം ചൊല്ലുക. ചെറിയൊരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, 100 വട്ടം ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം വലിയ അത്ഭുതം നിറഞ്ഞൊരു ദിക്റാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദ്ർ യുദ്ധം നടക്കുന്ന തലേ ദിവസം സുജൂദിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ചൊല്ലിയൊരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അസ്മാകളിൽപ്പെട്ട ഏറ്റവും മഹത്തായ, എല്ലാത്തിനും പരിഹാരമുള്ള ഔലിയാക്കന്മാർ പതിവാക്കിയ ഒരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. അത് ബറാത്തിന്റെ രാവിലെ 100 വട്ടം ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ തഖ്ദറ ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹു ബിറഹ്മതിക യാ അർഹമർ റഹീം. അതൊരു 70 വട്ടം ചൊല്ലുക. ഇതൊക്കെ നമ്മുടെ വാട്സപ്പുകളിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെയും ഈ ദിക്റുകളൊക്കെ കാണാം. ഒരുപാട് ദിക്റുകൾ, നാം അറിയുന്ന ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ 100 വട്ടം ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം ചൊല്ലുക. അങ്ങനെ ബറാത്ത് രാവ് അത് നാം മഗ്രിബ് മുതൽ ഇശാ വരെ മാത്രമല്ല, അത് മഗ്രിബ് മുതൽ സുബ്ഹി വരെ ബറാത്ത് രാവാണ്. അതേപോലെ തന്നെ കഴിയുന്ന ആളുകൾ സുന്നത്ത് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. എന്ത് ഖൈറായ കാര്യം അല്ലാഹുവിനോട് ചോദിച്ചാലും പെട്ടെന്ന് അല്ലാഹു നൽകുന്ന ഒരു മഹത്തായ രാവാണ്. പരമാവധി ഉപയോഗപ്പെടുത്തുക. പകല് സമയം, ബറാത്തിന്റെ പകല് നോമ്പ് നോക്കുക. പ്രത്യേകം സുന്നത്തുള്ള ഒരു നോമ്പാണ്. എല്ലാ മാസവും മാസത്തിലെ പകുതി, ആ പകുതിയിൽ 15-ാം ദിവസം നോമ്പൊക്കെ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പോ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നാം മനസ്സിലാക്കണം. അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട്. അപ്പൊ ഈ വർഷത്തെ ബറാത്ത് നോമ്പ് നാം നോക്കിയാൽ 2-3 കൂലികൾ കിട്ടും. ഒന്ന് തിങ്കളാഴ്ച നാം നോമ്പ് നോക്കിയ കൂലി, അതേപോലെ തന്നെ ബറാത്തിന്റെ നോമ്പ്, അതേപോലെ തന്നെ എല്ലാ മാസത്തിലും പകുതിയിൽ 14, 15, 16 പ്രത്യേകം സുന്നത്തുള്ള ദിവസമാണ് നോമ്പ് നോക്കൽ. 2-3 കൂലികൾ നമുക്ക് കിട്ടും.
അതേപോലെ തന്നെ ഖളാ ആയ നോമ്പുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താക്കാം, നോറ്റുവിടാം. അപ്പോ ബറാത്ത് രാവ് എന്ന് പറഞ്ഞാല് നമ്മുടെ വീടുകളിൽ നല്ല വസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കി കിടന്നുറങ്ങലല്ല ബറാത്ത്. ബറാത്ത് നമ്മതിനെ പരമാവധി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. ദിക്റുകള്, ദുആകള്, സ്വലാത്തുകള്, പരിശുദ്ധ ഖുർആന്, അതേപോലെ തന്നെ ഇത്തികാഫ് ഇരിക്കുക, ഒക്കെ നാം ഈ ബറാത്ത് രാവ് ഈ അമലുകൾ ചെയ്ത് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബറാത്ത് രാവിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി തരട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ റിസ്ക്കിൽ ബർക്കത്ത് നൽകട്ടെ, ആയുസ്സിൽ ബർക്കത്ത് നൽകട്ടെ, ഈമാൻ സലാമത്ത് നൽകട്ടെ. നാം എന്ത് ഉദ്ദേശം കരുതി യാസീൻ ഓതിയാലും അല്ലാഹു ഇതെല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.